ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 13 വാക്യം. യോഹന്നാൻ 21:13. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യോഹന്നാൻ 21:4 മുതൽ 14 വരെയുള്ള ഭാഗം കർത്താവിൻ്റെ നിലയ്ക്കാത്ത സ്നേഹപ്രവാഹത്തിൻ്റെ നിദർശനങ്ങളാണ് എന്ന് രേഖപ്പെടുത്താം. യേശുവിൻ്റെ സ്നേഹം വ്യവസ്ഥകൾക്ക് അതീതവും മനുഷ്യരുടെ സകല അളവുകോലുകൾക്കും അതീതവുമാണ്. വേട്ടപ്പട്ടികൾ വേട്ടമൃഗങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് പോലെ യേശുവിൻ്റെ സ്നേഹം ശിഷ്യരെ പിന്തുടരുന്നു എന്നാണ് ഈ ഒരു വേദഭാഗത്തെ അധികരിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. ആംഗലേയ കവി ഫ്രാൻസിസ് തോപ്സൺ യേശുവിൻ്റെ സ്നേഹത്തെ സ്വർഗത്തിൻ്റെ വേട്ടപ്പട്ടി എന്ന രൂപകത്തിൽ ഉപമിച്ചിട്ടുണ്ട്. ദ ഹൗണ്ട് ഓഫ് ഹെവൻ. സകല മാനുഷിക നിയമങ്ങൾക്കും അതീതമാണ് ഈ ദൈവസ്നേഹം. യേശുവിൻ്റെ ഈ സ്നേഹാന്വേഷണത്തിന് ഫലം ഉണ്ടായി. ഗുരുവിൻ്റെ സ്നേഹ പ്രതീക്ഷകളുടെ തിരുനാളമണയാതെ ശിഷ്യന്മാർ സൂക്ഷിച്ചു. യഥാസ്ഥാനപ്പെട്ടതിന് ശേഷം അവർ കൂടുതൽ പ്രവർത്തന നിരതരും ശക്തരുമായി തീർന്നു. പാലസ്തീൻ്റെ 4 അതിരുകൾക്കപ്പുറം ലോകത്തിൻ്റെ അറ്റത്തോളം അവർ സുവിശേഷ വാഹകരായി തീർന്നു. രാജ്യാതിർത്തികൾ കടന്ന് അവർ പോവുകയും ദൈവനാമ മഹത്വത്തിനായി സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒടുവിൽ അവരുടെ ഗുരുവിനെ പോലെ അവരിലധികം പേരും രക്തസാക്ഷികളായി തീരുകയും ചെയ്തു. തേടി വരുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും അത് സൃഷ്ടിക്കുന്ന തരംഗങ്ങളും ആർക്കാണ് ഭാവന ചെയ്യാൻ സാധിക്കുന്നത്? തോറ്റ് പോയ ഒരു കൂട്ടം ആളുകളായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാർ. അവിടെ നിന്നാണ് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വാഗ്ദാനത്തോടെ ഇവരെ വിളിക്കുന്നത്. എന്നാൽ വീണ്ടും കർത്താവിനോട് കൂടെ നടന്ന് എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും ഇരുന്നവർ മടങ്ങിപ്പോകുന്ന ചിത്രമാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. പഴയ തൊഴിലിലേക്ക് പോകുന്നു. കർത്താവിൻ്റെ സ്നേഹമെല്ലാം അവർ മറന്നു പോകുന്നു. പഴയ വലയും പടകും തിരികെ എടുത്ത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് നിഷ്ഫലരായി വളരെ ശൂന്യതാബോധത്തോടെ മടങ്ങി വരുമ്പോഴാണ് അവിടെ അവർക്ക് വേണ്ടി ഒരു പ്രാതൽ ഒരുക്കപ്പെടുന്നത്. ആ പ്രാതലിൻ്റെ തീനാളം ദൂരത്ത് നിന്ന് അവർ കണ്ടു. അത് സ്നേഹത്തിൻ്റെ ജ്വാലയായിരുന്നു. സഭയുടെ ചരിത്രത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ അക്ഷരികമായി ലോകത്തെ കീഴ്മേൽ മറിച്ചവരായി തീർന്നത് അന്ന് പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പ്രാതലിൻ്റെ ആ തീജ്വാലയിൽ നിന്നും സ്നേഹപ്രവാഹത്തിൽ നിന്നുമാണ്. മടങ്ങി വരവും യഥാസ്ഥാനീകരണവും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു വാക്കുകൊണ്ട് പോലും അവരെ കുത്തി നോവിക്കാൻ കർത്താവ് ശ്രമിച്ചില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് വീണ്ടും മടങ്ങിപ്പോയത് എന്നൊന്നും ചോദിക്കുന്നില്ല. വിശന്ന തളർന്ന മനസ്സും ശരീരവും തളർന്ന ഒരവസ്ഥയിൽ അവർ മടങ്ങി വരുമ്പോഴാണ് അവർക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഭോജനം ഒരുക്കപ്പെടുന്നത്. ഇതൊരു വലിയ അടയാളവും മാതൃകയുമാണ്. തോറ്റുപോയവരെയും പിന്മാറിപ്പോയവരെയും അറിയില്ല എന്ന് പറഞ്ഞവരെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴമായ ഒരു കടൽപ്പരപ്പ് അന്ന് അവർ തിരിച്ചറിഞ്ഞു. സ്നേഹത്തിൻ്റെ ഭാഷ ലിപികൾക്കും വ്യാകരണത്തിനുമൊക്കെ അപ്പുറമുള്ളതാണ്. ഈ സംവേദനങ്ങൾ
നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മുടെ ഭാഷ കൂടുതൽ ഔപചാരികവും കാര്യമാത്ര പ്രസക്തവുമാകുന്നത് നമുക്ക് ഭയപ്പാടുകൾ ഉള്ളപ്പോഴാണ്. പരാജയങ്ങളും തോൽവികളും പ്രവർത്തനക്ഷമതാരാഹിത്യവും സമ്മതിച്ചു തരാത്ത ഒരു സംസ്കാരത്തിൽ യേശു വേറൊരു അവസരം കൂടെ നൽകുന്നുവെന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പട്ടുപോകാതെ സൂക്ഷിച്ച കാവലായി തീർന്നു. ഓരോ പരാജയവും അവസാന വാക്കല്ല എന്നും ദൈവത്തിന്റെ തികഞ്ഞ പ്രതീക്ഷകൾ പൂവണിയിക്കുന്നതിന് നാം നമ്മെ തന്നെ വിട്ടു നൽകണമെന്നും ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. തേടി വരുന്ന നാഥന്റെ സ്നേഹത്തിന്റെ മുൻപിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ അനന്തമായ സാധ്യതകൾ നമ്മിൽ യാഥാർത്ഥ്യങ്ങളായിത്തീരും. ഭയമല്ല, സ്നേഹവും കടപ്പാടുമാണ് ശക്തമായ ദൈവിക വികാരമെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. മാതാപിതാക്കളും ഗുരുസ്ഥാനീയരും അധികാരികളും ഭീഷണിയുടെ വാക്കുകൾ മാറ്റി സ്നേഹത്തിന്റെ പദാവലികൾ ഉപയോഗിച്ചാൽ അനുഗ്രഹ ഉറവുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് ധ്യാനിക്കാം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. സ്നേഹത്തിന്റെ ഭാഷ ലോകത്തെ പഠിപ്പിക്കാൻ ദാസവേഷം ധരിക്കുകയും തന്നെത്താൻ നൽകിയ ബലിയിലൂടെ സ്നേഹത്തിന്റെ ആവിഷ്കാരം നടത്തുകയും ചെയ്ത ദൈവമേ, ഏത് പരാജയങ്ങളിലും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയാതെ ഞങ്ങളിലുള്ള സാധ്യതകളെ യാഥാർത്ഥ്യങ്ങളാക്കാൻ കാത്തിരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ഒരു വലിയ ബോധ്യത്തിലും സ്നേഹത്തിലും ഒക്കെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതൽ വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കാവലും നമ്മെ ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.